ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുലാംസാണ്. മക്കളെ, ക്രിസ്മസ് പരിശുദ്ധ മൂക്കിന്റെ തുമ്പത്തെത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും അധികം മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന്റെ മുക്കും മൂലയും മരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. സോ മക്കളെ, ബ്രേസ് യുവർസെൽസ്, ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്? സന്തുലനാവസ്ഥയിൽ ഒരു രാസപ്രവർത്തനത്തിലെ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത് പ്രവർത്തനത്തിന്റെയും നിരക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പൊ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ്, എപ്പോഴാണോ പുരോപ്രവർത്തനത്തിന്റെ വേഗത ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റിനോട് ഈക്വൽ ആകുന്നത്, അപ്പോഴാണ് അവിടെ കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ എത്തുന്നത് അല്ലെ. ഫോർവേഡ് റിയാക്ഷൻ വരുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ വരുന്നു, രണ്ടുപേരും ഒരു പോയിന്റിൽ എത്തുമ്പോൾ കൂട്ടിമുട്ടുന്നു. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരുടെയും റേറ്റ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ, സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പുരോപ്രവർത്തനത്തിന്റെ വേഗതയും പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗതയും തുല്യമാണ്. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ആർ ദ ടു കമ്പൗണ്ട്സ് ഫോംഡ് വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ്? ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ മക്കളെ കുറിച്ച് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NH4Cl എടുത്തിട്ട് ഞാൻ ഹീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ NH4Cl ഞാൻ ഹീറ്റ് ചെയ്താൽ ആദ്യം തന്നെ പുറത്ത് ചാടുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം അമോണിയ ഗ്യാസ്. ഓക്കെ, അപ്പൊ അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കിയാൽ ആദ്യം തന്നെ നമ്മുടെ അമോണിയ അങ്ങ് പുറത്തു ചാടും. ഇനി മിച്ചമുള്ളത് ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറും. അപ്പൊ അമോണിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് അമോണിയ ഗ്യാസും കിട്ടും, അതേപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡും കിട്ടും. ഇവര് രണ്ടുപേരെയുമാണ് നമുക്ക് കിട്ടുന്നത്. സെറ്റാണോ മക്കളെ? റെഡിയല്ലേ? യെസ്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞു അല്ലെ. ഇപ്പൊ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ആദ്യം നമുക്ക് ആൻസർ എഴുതാം. അമോണിയയും HCl ആണ് കിട്ടുന്നത്. കെമിക്കൽ ഇക്വേഷനും നമ്മൾ എഴുതി കഴിഞ്ഞു. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ആർ യൂസ്ഡ് ടു പ്രിപ്പയർ അമോണിയ ഇൻ ദ ലബോറട്ടറി? തന്നിരിക്കുന്ന രാസവസ്തുക്കളിൽ പരീക്ഷണശാലയിൽ നമുക്ക് അമോണിയ നിർമ്മിക്കാൻ ആരെയൊക്കെ വേണം? അപ്പൊ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ അല്ലെ, അമോണിയനെ പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ 2 ആൾക്കാരെയാണ് നമ്മൾ എടുക്കുക. ആരൊക്കെയാ മക്കളെ? ഏതൊക്കെ 2 ആൾക്കാരെയാണ്? നമ്മൾ ഇങ്ങനെ ഒരു ട്യൂബിൽ എടുത്തിട്ട്, ഒരു ഗ്ലാസ് ജാറിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. അതാരൊക്കെയാ? അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് NH4Cl എന്ന് പറയുന്ന അമോണിയം ക്ലോറൈഡ് ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇവര് 2 പേരെയും തമ്മിൽ ഹീറ്റ് ചെയ്യും നമ്മൾ അല്ലെ. അങ്ങനെ ഇവര് 2 പേരെയും തമ്മിൽ ഹീറ്റ് ചെയ്യുമ്പോ ആരൊക്കെയാ ഫോം ചെയ്യുക? 3 ആൾക്കാർ അവിടെ ഫോം ചെയ്യും. അമോണിയ ഗ്യാസ് കിട്ടും, കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, വാട്ടർ കിട്ടും. ഇതിലെ കാൽഷ്യം ക്ലോറൈഡ് ഈ ട്യൂബിന്റെ അടിഭാഗത്തായിട്ട് അവിടെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. ഇവിടെ നിന്നും അമോണിയയും വാട്ടറുമാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വരുന്ന അമോണിയയുടെ ഒപ്പമുള്ള വെള്ളത്തെ നമുക്ക് വേണോ? വേണ്ട. ഈ മോയ്സ്ചർ നമുക്ക് വേണ്ട. ഈ മോയ്സ്ചറിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഈ ഒരു മിക്സ്ചറിനെ ഒരു ഡ്രൈയിങ് ഏജന്റിലൂടെ കടത്തിവിടും അല്ലെ. ഒരു ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ഒരു ശോഷകാരത്തിലൂടെ കടത്തിവിടും. ആരാ മക്കളെ ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ്? കാൽഷ്യം ഓക്സൈഡ്, ക്യുക്ലൈം അല്ലെങ്കിൽ നീറ്റ് കക്ക അല്ലെ കടത്തിവിടും. എന്നിട്ടോ
അവിടെ വെച്ച് വെള്ളത്തെ നീക്കം ചെയ്യാം. അപ്പൊ ഈ ഒരു ഡ്രൈയിങ് ടവറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത് പിന്നെ അമോണിയ മാത്രമാണ്. ഇങ്ങനെ കിട്ടുന്ന അമോണിയെ നമ്മൾ തല തിരിച്ചു വെച്ച പാത്രത്തിൽ അല്ലെ ഇൻവേർട്ടഡ് ഗ്ലാസ് ജാറിലേക്ക് കളക്ട് ചെയ്യും. എന്തുകൊണ്ടാ? കാരണം അമോണിയയുടെ ഡെൻസിറ്റി എയറിനെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് ഗ്ലാസ് ജാർ അവിടെ ഉപയോഗിക്കുന്നത്. സെറ്റ്. യെസ്. അപ്പൊ ഇനി അടുത്ത അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്താ ആരെയൊക്കെയാണ് നമുക്ക് വേണ്ടത്? NH4Cl വേണം, കാൽഷ്യം ഹൈഡ്രോക്സൈഡും വേണം. ഇവരെ 2 പേരെയുമാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം, അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇസ് പാസ് ത്രൂ ക്വിക്ലൈം ഗിവ് റീസൺ. അമോണിയ വാതകം എന്തിനു വേണ്ടിയിട്ടാണ് നീറ്റുകക്കയിലൂടെ കടത്തിവിടുന്നത്? വേഗം ഉത്തരം പറ. ടു റിമൂവ് മോയിസ്റ്റർ അല്ലെ, ഇതിന്റെ ഒപ്പമുള്ള നീരാവി അല്ലെങ്കിൽ ജലാംശത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീറ്റ് കക്കയിലൂടെ കടത്തിവിടുന്നത്. കിട്ടിയില്ലേ മക്കളെ? അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദ്യം വരാൻ എന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ. ലെ-ഷാറ്റ്ലിയർ തത്വം വെച്ചിട്ട് ഒരു ഇക്വേഷൻ തരിക. നോക്കിക്കേ, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആയിട്ട് മാറുന്ന ഹെബേഴ്സ് പ്രോസസിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. How do the following changes influence the amount of product? ഈ സന്തുലനാവസ്ഥയിൽ ചുവടെ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ, ഇതേപോലെ ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തെ തന്നാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആരാ? ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ് അല്ലെ, ലെ-ഷാറ്റ്ലിയർ തത്വമാണ്. അപ്പൊ ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ അല്ലെ, മർദ്ദം, താപനില, ഗാഢത, ഇതിൽ എന്തിനെങ്കിലും ഒന്ന് നമ്മൾ മാറ്റം വരുത്തിയാൽ നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സിസ്റ്റം ആക്ട് ചെയ്യും അല്ലെ. നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും, നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും അല്ലെ. നമ്മൾ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ചാൽ സിസ്റ്റം അത് എങ്ങനെയെങ്കിലും തിരിച്ച് കൂട്ടാനായിട്ട് നോക്കും. ഇതാണ് ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് നോക്കിക്കേ. ടെമ്പറേച്ചർ ഡിക്രീസസ്, ഇവിടെ താപനില കുറയ്ക്കുന്നു. അപ്പൊ മക്കളെ, ടെമ്പറേച്ചറിനെ പറ്റി പറയുമ്പോൾ, താപനിലയെ പറ്റി പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനില് ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്, ഇതിലെ താപമോചക പ്രവർത്തനം ഏത്, താപാകിരണ പ്രവർത്തനം ഏത് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? N2 plus 3H2 gives 2NH3 റിവേഴ്സിബിളി ഗിവ്സ് ആണ് അല്ലെ, 2NH3 പ്ലസ് ഹീറ്റ് അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോ പ്രോഡക്റ്റ് സൈഡിലാണ് നിങ്ങൾ ഹീറ്റിനെ കാണുന്നതെങ്കിൽ, ഉൽപ്പന്നത്തിന്റെ ഒപ്പമാണ് ഹീറ്റിനെ കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ അമോണിയ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് ഹീറ്റ് കൂടെ റിലീസ് ആവാറുണ്ട്, കുറച്ച് താപം കൂടെ പുറത്തേക്ക് വരാറുണ്ട് എന്നർത്ഥം. അപ്പൊ മക്കളെ, അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ഏത് റിയാക്ഷനാ? ഉൽപ്പന്നം ഉണ്ടാവുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആണ് അല്ലെ, പുരോപ്രവർത്തനമാണ്. അപ്പൊ പുരോപ്രവർത്തനത്തിൽ ഇവിടെ കുറച്ച് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു അല്ലെ, താപത്തെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ നമുക്ക് പറയാം പുരോപ്രവർത്തനം എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ആണോ മക്കളെ? എക്സോതെർമിക് ആണ്, അല്ലെങ്കിൽ താപമോചക പ്രവർത്തനമാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷനിൽ നമ്മുടെ അമോണിയ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യുക, തിരിച്ച് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുക അല്ലെ. അപ്പൊ അമോണിയ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, താപത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയും താപത്തെ ആഗിരണം ചെയ്താൽ അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, താപാകിരണ പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത് മക്കളെ എൻഡോതെർമിക് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. പുരോപ്രവർത്തനം താപമോചകവും പശ്ചാത് പ്രവർത്തനവും താപാകിരണ പ്രവർത്തനവുമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്തത്? ടെമ്പറേച്ചർ കുറച്ചു. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ നമ്മുടെ സിസ്റ്റം എന്താ ചെയ്യാ? ഈ വ്യൂഹം എന്തിനാ ശ്രമിക്കുക?
ഇക്വിലിബ്രിയത്തിലല്ലേടാ. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ നമ്മുടെ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും അല്ലെ. ടെമ്പറേച്ചർ ഇവിടെ കൂട്ടാൻ നോക്കും, താപനില കൂട്ടാൻ നോക്കും. ഇനി താപനില കൂടണമെങ്കിൽ ഏത് ദിശയിലേക്ക് രാസപ്രവർത്തനം പോകണം? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാം, അപ്പൊ വീണ്ടും ഹീറ്റ് കുറയുക. ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യും, അപ്പൊ ഹീറ്റിന്റെ അളവ് കൂടും. അപ്പൊ നമ്മള് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അവിടെ കൂടുതൽ 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 ഹീറ്റ് റിലീസ് ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും അല്ലെ. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും, പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടും. മക്കളെ, പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടിയാൽ, ഫോർവേഡ് റിയാക്ഷൻ കൂടിയാൽ എന്താ സംഭവിക്കുക? അവിടെ പ്രോഡക്റ്റിന്റെ അളവ് ഇൻക്രീസ് ചെയ്യും അല്ലെ. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ അളവ് അവിടെ കൂടുന്നതായിരിക്കും. അപ്പൊ പ്രോഡക്റ്റ് ഇവിടെ കൂടുന്നു, ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുന്നു. ഇനി പ്രഷർ കൂട്ടി. അപ്പോ പ്രഷറിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ആരെയും ഓർക്കേണ്ടത്? മോളുകളുടെ എണ്ണം എടുക്കണം. ഇവിടെ നോക്കിക്കോ, N2 + 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3 അല്ലെ. അപ്പൊ മക്കളെ, റിയാക്ടന്റ് സൈഡില് എത്ര ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 1 മോൾ അമോണിയയും 3 മോൾ ഹൈഡ്രജനും, അപ്പൊ 4 മോൾ ഉണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ എത്ര മോൾ ഉണ്ട്? 2 മോൾ ആണുള്ളത്. മക്കളെ, നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കൂടുതൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ റിയാക്ടന്റ് സൈഡിൽ 4 മോളും പ്രോഡക്റ്റ് സൈഡിൽ 2 മോളും ആണുള്ളത്. അപ്പൊ ഇവിടെ അഭികാരങ്ങളുടെ സൈഡിൽ റിയാക്ടന്റ് സൈഡിൽ പ്രഷർ കൂടുതലാണ്, പ്രോഡക്റ്റ് സൈഡിൽ പ്രഷർ കുറവാണ് എന്ന് പറയും. ഇനി നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ എടുക്കാം. ഫോർവേഡ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. 4 മോള് 2 മോളായിട്ട് കുറയുന്നു, നമ്പർ ഓഫ് മോൾസ് കുറയുന്നു, അപ്പൊ പ്രഷറും കുറയുന്നു. പുരോപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷനിൽ ഇവിടെ പ്രഷർ കുറയുന്നു. ഇനി ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? 2 മോൾ അമോണിയ അല്ലെ, മൊത്തം 4 മോൾ റിയാക്ടൻസ് ആയിട്ടാ മാറുന്നത്. അമോണിയ വിഘടിച്ച ഹൈഡ്രജനും നൈട്രജനുമായി. അപ്പൊ 2 മോള് തിരിച്ച് 4 മോളായിട്ട് മാറുന്നു. നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്താൽ അവിടെയുള്ള പ്രഷർ കൂടി അല്ലെങ്കിൽ മർദ്ദം കൂടി എന്ന് പറയാം. എടാ മക്കളെ, അപ്പൊ ഇവിടെ ഫോർവേഡ് റിയാക്ഷനിൽ പ്രഷർ കുറയുന്നു, ബാക്ക്വേർഡ് റിയാക്ഷനിൽ പ്രഷർ കൂടുന്നു. പുരോപ്രവർത്തനത്തിൽ മർദ്ദം കുറയുന്നു, പശ്ചാത് പ്രവർത്തനത്തിൽ മർദ്ദം കൂടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്തത്? പ്രഷർ കൂട്ടി. മക്കളെ, നമ്മൾ പ്രഷർ കൂട്ടിയാൽ നമ്മുടെ സിസ്റ്റം എന്താ ചെയ്യാ? പ്രഷർ കുറയ്ക്കാൻ നോക്കും അല്ലെ. നമ്മൾ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറയ്ക്കാനാ ശ്രമിക്കുക. ഇനി നിങ്ങൾ പറ, മർദ്ദം കുറയണമെങ്കിൽ ഇവിടെ ഏത് ദിശയിലേക്ക് കൂടുതലായിട്ട് റിയാക്ഷൻ നടക്കണം? മർദ്ദം കുറയണമെങ്കിൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടണം. ശരിയല്ലേ? ഫോർവേഡ് റിയാക്ഷൻ ആകുമ്പോൾ പ്രഷർ കുറയാന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ മർദ്ദം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്താ ചെയ്യാ? നമ്മുടെ സിസ്റ്റം പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടും. അപ്പൊ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടിയാൽ, ഫോർവേഡ് റിയാക്ഷൻ കൂടിയാൽ വീണ്ടും നമുക്ക് അവിടെ കുറെ പ്രോഡക്ട്സിനെ കിട്ടും. ശരിയല്ലേ? അപ്പൊ മക്കളെ നോക്കിക്കോ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ മർദ്ദം കൂട്ടിയാലും ഇവിടെ പ്രോഡക്റ്റിന്റെ അളവ് കൂടും. ഓക്കെ, ഇനി അടുത്തത് എന്താ? അമോണിയനെ നീക്കം ചെയ്യുന്നു. നമ്മൾ അമോണിയനെ നീക്കം ചെയ്താൽ അമോണിയയുടെ അളവ് കുറയും. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്താ ചെയ്യാ? അമോണിയയുടെ അളവ് വീണ്ടും കൂട്ടാൻ നോക്കും. അമോണിയയുടെ അളവ് വീണ്ടും കൂട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെ, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും, അമോണിയയുടെ അളവ് കൂടും. അപ്പൊ അമോണിയ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്. നമ്മൾ അമോണിയ നീക്കം ചെയ്താൽ നമ്മുടെ സിസ്റ്റം അമോണിയയുടെ അളവ് വീണ്ടും കൂട്ടാൻ നോക്കും, അപ്പോഴും ഇവിടെ പ്രോഡക്റ്റിന്റെ അളവ് കൂടും, ഉൽപ്പന്നത്തിന്റെ അളവ് കൂടും. അപ്പൊ ഈ 3 കണ്ടീഷനിലും ഇവിടെ ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുകയാണ് എന്നർത്ഥം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇനി നമുക്ക് പോവാം. ഓക്കെ മക്കളെ, ലേസ് ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലേസ് ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് നമ്മൾ എന്താ പറയാ? കോണ്ടാക്ട് പ്രോസസ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എന്താ പറയാ മക്കളെ? നമ്മൾ എന്താ പറയാ? സമ്പർക്ക പ്രക്രിയ അല്ലെ. സമ്പർക്ക
പ്രക്രിയ. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രവർത്തനത്തിലെ ഉൽപ്രേരകം ആരാ? നമുക്ക് ഒരേ ഒരു ഉൽപ്രേരകത്തിന്റെ പേരെ പഠിക്കാനുള്ളൂ, V2O5 അല്ലെങ്കിൽ വെനേഡിയം പെന്റോക്സൈഡ് അല്ലെ. ഇവനെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മക്കളെ, ഇനി ഇതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്ത് അതിലേക്ക് സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താ? സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് രാസഗുണം, ഏത് കെമിക്കൽ പ്രോപ്പർട്ടി ആണ് ഇതിൽ കാണിക്കാന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് എന്റെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ മക്കളെ, എക്സാം എത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ടോപ്പിക്കിന് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണം, സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു തരുന്നതായിരിക്കും. അതേപോലെ ഈ ചോദ്യത്തിന്റെ ഉത്തരവും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമന്റ് ഞാൻ വായിക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. മക്കളെ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കണം. പ്രോപ്പറായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും വീഡിയോകളും ഒക്കെ എന്റെ മക്കളെ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.